ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് തന്റെ സ്വപ്നത്തിന് പിന്നാലെ പോയ ഒരാളുടെ പ്രചോദനാത്മകമായ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഒന്നും സൗജന്യമല്ല. ഇതാണ് അല്ലേ നമ്മുടെ ഈ കഥയുടെയെല്ലാം കാതൽ. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വിലപ്പെട്ടതായി തോന്നുന്നതൊന്നും അതൊന്നും അത്ര എളുപ്പത്തിൽ കിട്ടില്ല എന്നൊരു വലിയ സത്യം ഇതിലുണ്ട്. ഒരു തരത്തിൽ ഇനി വരാൻ പോകുന്ന വെല്ലുവിളികളൊക്കെ എന്തായിരിക്കുമെന്നുള്ളൊരു സൂചന കൂടിയാണിത്. അപ്പോ നമുക്ക് നമ്മുടെ കഥാനായകനെ പരിചയപ്പെടാം. ഇതാണ് ലിയോ. വെറും 20 വയസ്സേ ഉള്ളൂ. പക്ഷെ മനസ്സിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊക്കെയുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല. അപ്പോ എങ്ങനെയായിരുന്നു ലിയോയുടെ ആ യാത്ര എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഒരു വശത്ത് ലിയോയുടെ ആ വലിയ സ്വപ്നം എന്താണെന്നല്ലേ? സ്വന്തമായി ഒരു വലിയ റെസ്റ്റോറന്റ് ശൃംഖല തന്നെ തുടങ്ങണം. ഇനി മറുവശത്തേക്ക് നോക്കിയാലോ? അതാണ് യാഥാർത്ഥ്യം. സാമ്പത്തികമായി ഒരുപാട് പിന്നിലാണ് കുടുംബം. അച്ഛനൊരു സാധാരണ മെക്കാനിക്കാണ്, അമ്മയാണെങ്കിൽ വീടുകളിലൊക്കെ ജോലിക്ക് പോകുന്നു. അപ്പോ ആ സ്വപ്നവും ഈ യാഥാർത്ഥ്യവും തമ്മിലുള്ളൊരു വലിയ അന്തരം കണ്ടില്ലേ? അതായിരുന്നു അവന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോ ലിയോയുടെ അച്ഛൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വപ്നങ്ങളൊന്നും വെറുതെ കിട്ടില്ല മോനെ. നിനക്ക് എന്തെങ്കിലും വേണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നീ പോരാടണം. അത് വെറുമൊരു ഉപദേശമായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ലിയോയുടെ ജീവിതം മാറ്റിമറിച്ചത്. വെറുതെ സ്വപ്നം കണ്ടിരുന്നാൽ പോരാ, അതിനുവേണ്ടി പണിയെടുക്കണമെന്നൊരു തോന്നൽ അവനുണ്ടാകുന്നത് ആ വാക്കുകളിൽ നിന്നാണ്. അച്ഛന്റെ ആ വാക്കുകൾ ലിയോയെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിച്ചു. അങ്ങനെ അവനൊരു വഴി കണ്ടുപിടിച്ചു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു അത്. തന്റെ നാട്ടിലുള്ളവർക്ക് നല്ല ചൂടുള്ള ഫ്രഷ് ബ്രെഡ് വലിയ ഇഷ്ടമാണെന്ന് അവനറിയാമായിരുന്നു. അപ്പോ അതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഫ്രഷ് ബ്രെഡ് വിൽക്കുക, അതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. പക്ഷേ ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതിയോ? പോരല്ലോ, അത് നടപ്പിലാക്കാനുള്ള കഴിവും കൂടി വേണ്ടേ? അപ്പോ ലിയോയുടെ യാത്രയുടെ അടുത്ത ഘട്ടം തുടങ്ങുകയാണ്. ഇവിടെ അവൻ സ്വന്തം കഴിവ് തെളിയിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഒരുതരം ട്രെയിനിങ് പീരീഡ് ആണെന്ന് പറയാം. അപ്പോ പ്രശ്നം ഇതാണ്. കയ്യിലാണെങ്കിൽ പൈസയില്ല, പക്ഷെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ലിയോ പട്ടണത്തിലെ ആ ബേക്കറെ കാണാൻ പോയത്. മിസ്റ്റർ ആൻഡേഴ്സൺ, ആളൊരു മുൻകോപിക്കാരനാണെന്ന സംസാരം. ലിയോ കാര്യം പറഞ്ഞു. എനിക്ക് ഒരാഴ്ചത്തേക്ക് ബ്രെഡ് കടമായി തരണം. വിറ്റ് കഴിഞ്ഞ ഉടനെ പണം തിരികെ തരാം. ഇതൊരു വലിയ റിസ്ക് ആയിരുന്നു അല്ലേ? പക്ഷെ ലിയോ ആ ചലഞ്ച് ഏറ്റെടുത്തു. അപ്പോ ലിയോയുടെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി. ആദ്യത്തെ ദിവസം തന്നെ കൊണ്ടുവന്ന ബ്രെഡ് മുഴുവൻ വിറ്റുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മിസ്റ്റർ ആൻഡേഴ്സന് അവന് പൂർണ്ണ വിശ്വാസമായി. വെറും 2 മാസം കൊണ്ട് സ്വന്തമായി ഒരു ചെറിയ ഉന്തുവണ്ടി വാങ്ങാനുള്ള പൈസ വരെ അവൻ സമ്പാദിച്ചു. ഓരോ ചെറിയ വിജയവും അവന് കൂടുതൽ ആത്മവിശ്വാസം നൽകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കസ്റ്റമർ അവനോടൊരു ചോദ്യം ചോദിച്ചത്. വളരെ സിമ്പിളായൊരു ചോദ്യം. നിനക്കെന്തുകൊണ്ട് സ്വന്തമായി ബ്രെഡുണ്ടാക്കി വിറ്റുകൂടാ? ആ ഒരൊറ്റ ചോദ്യം അത് ലിയോയുടെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചു. ശരിയാണല്ലോ, അതവന്റെ മുന്നില് പുതിയൊരു വെല്ലുവിളി തുറന്നിട്ടു. ഒപ്പം തന്നെ വലിയൊരവസരവും. നമ്മളെപ്പോഴും പറയുന്ന പോലെ വിജയത്തിലേക്കുള്ള വഴിയൊന്നും അത്ര എളുപ്പമുള്ളതായിരിക്കില്ല അല്ലേ? ലിയോയുടെ കാര്യത്തിലും അതങ്ങനെ തന്നെയായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു ഘട്ടമാണ്. ഒരു അഗ്നിപരീക്ഷയുടെ സമയം. അവന്റെ ക്ഷമയും മനക്കരുത്തുമൊക്കെ ശരിക്കും പരീക്ഷിക്കപ്പെട്ട ദിവസങ്ങൾ. സ്വന്തമായി ബ്രെഡ് ഉണ്ടാക്കുക കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാം, പക്ഷെ സംഗതി അത്ര എളുപ്പമല്ലായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കണം, എന്നിട്ട് മാവ് ശരിയായ അളവിൽ ചേർത്ത് കലർത്തണം, നല്ലപോലെ കുഴയ്ക്കണം, അത് ശരിയായ പരുവത്തിലാക്കണം, പിന്നെ ഒട്ടും പാളിപ്പോവാതെ ബേക്ക് ചെയ്തെടുക്കണം. ഇതിന്റെ ഓരോ ഘട്ടത്തിലും നല്ല ശ്രദ്ധയും കഠിനാധ്വാനവും വേണം. തുടർച്ചയായി ഓരോന്ന് പാളിപ്പോയപ്പോ ലിയോ ആകെ തളർന്നുപോയി. അവൻ സ്വയം ചിന്തിച്ചു, ഒരു പക്ഷെ എന്നെക്കൊണ്ടിത് പറ്റില്ലായിരിക്കും. എല്ലാം നിർത്തിപ്പോയാലോ എന്ന് വരെ അവൻ ആലോചിച്ചു. ആത്മവിശ്വാസമൊക്കെ പോയി, ആകെ നിരാശനായി. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിമിഷങ്ങൾ വരാറില്ലേ? എല്ലാം മതിയാക്കാമെന്ന് തോന്നുന്ന ഒരു സമയം. അങ്ങനെ ഒരുവിധം ബേക്കിംഗൊക്കെ പഠിച്ച് കാര്യങ്ങളൊരു വഴിക്കായെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്തടി വരുന്നത്. ഒരു പുതിയ എതിരാളി. പട്ടണത്തിൽ നല്ല സൗകര്യങ്ങളൊക്കെയുള്ള ഒരു വലിയ മോഡേൺ ബേക്കറി തുറന്നു. ലിയോയുടെ ഈ ചെറിയ ഉന്തുവണ്ടിക്ക് അതൊരു വലിയ ഭീഷണി തന്നെയായിരുന്നു, സംശയമില്ല.
പക്ഷെ ലിയോ പേടിച്ചോടിയില്ല. പകരം ആ മത്സരത്തെ അവനൊരു അവസരമായിട്ടാണ് കണ്ടത്. അവൻ കസ്റ്റമേഴ്സ് പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു കേൾക്കാൻ തുടങ്ങി. തന്റെ ഉന്തുവണ്ടിയൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചു ഭംഗിയാക്കി. കുറച്ച് പുതിയ ഡെക്കറേഷൻസ് ഒക്കെ വെച്ചു. കേക്കുകൾ എങ്ങനെ ഭംഗിയായി അലങ്കരിക്കാമെന്ന് പഠിച്ചു. പോരാത്തതിന് ആളുകളെ ആകർഷിക്കാൻ ഫ്രീ സാമ്പിളുകൾ വരെ കൊടുക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അവൻ സ്വയം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാം ഒരുവിധം ട്രാക്കിലായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ദുരന്തം സംഭവിക്കുന്നത്. ഒരു തീപിടുത്തം. അവന്റെ ചെറിയ ബേക്കറിയും അതിലുണ്ടായിരുന്ന ഉപകരണങ്ങളും എല്ലാം കത്തി നശിച്ചു. തന്റെ ഇത്രയും നാളത്തെ കഠിനാധ്വാനം കൺമുന്നിൽ വെച്ച് ചാരമായി മാറുന്നതവന് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി. ശരിയാണ്, എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്ന ആ ഒരു പോയിന്റില്ലേ, അവിടെ നിന്നാണ് യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത്. അപ്പോ നമ്മുടെ കഥയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ആ ചാരത്തിൽ നിന്ന് ലിയോ എങ്ങനെയാണ് ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നത്? ആ നാട്ടുകാർ എങ്ങനെയാണ് അവനെ സഹായിച്ചത്? പിന്നെ ഈ കഥയിൽ നിന്ന് നമുക്കെല്ലാവർക്കും പഠിക്കാൻ എന്തൊക്കെ പാഠങ്ങളുണ്ട്? നമുക്ക് നോക്കാം. ആ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾക്കു മുന്നിൽ നിന്നുകൊണ്ട് ലിയോ സ്വയം പറഞ്ഞു, ഇതൊരു വെല്ലുവിളി മാത്രമാണ്. ഇതിനു മുൻപും ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട്. ഇതും ഞാൻ നേരിടും. ഞാൻ തോൽക്കാൻ പോകുന്നില്ല. കണ്ടോ, തളർന്നിരുന്ന് കരയാനോ വിധിയെ പഴിക്കാനോ അവൻ തയ്യാറായിരുന്നില്ല. എല്ലാം ആദ്യം മുതൽ വീണ്ടും തുടങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു. അതല്ലേ ഒരു യഥാർത്ഥ പോരാളിയുടെ സ്പിരിറ്റ്? ലിയോയുടെ ഈ തളരാത്ത മനസ്സ് കണ്ടപ്പോ ആ നാട് മുഴുവൻ അവനൊപ്പം നിന്നു. ശരിക്കും അത്ഭുതമായിരുന്നു അത്. ചിലർ കയ്യിലുള്ള ചെറിയ തുക നൽകി സഹായിച്ചു. മറ്റു ചിലർ ബേക്കിങ്ങിനു വേണ്ട സാധനങ്ങൾ എത്തിച്ചുകൊടുത്തു. വേറെ കുറേ പേരാണെങ്കിൽ ആ ബേക്കറി വൃത്തിയാക്കാനും വീണ്ടും കെട്ടിപ്പൊക്കാനും ഒപ്പം കൂടി. ഇതൊരു വലിയ പാഠമാണല്ലേ? നമ്മൾ നമ്മളെ തന്നെ സഹായിക്കാൻ തയ്യാറായാൽ മറ്റുള്ളവരുടെ സഹായം തീർച്ചയായും നമ്മളെ തേടിയെത്തും. അങ്ങനെ ലിയോയുടെയും ആ നാട്ടുകാരുടെയും കഠിനാധ്വാനം ഫലം കണ്ടു. ലിയോസ് ഫ്രഷ് ബേക്സ് വീണ്ടും തുറന്നു. പക്ഷെ ഇത്തവണ അതൊരു വെറും ബേക്കറി മാത്രമായിരുന്നില്ല. ആ നാടിന്റെ മുഴുവൻ പ്രത്യാശയുടെയും ഒരുമയുടെയും തോൽക്കാൻ മനസ്സില്ലാത്ത പോരാട്ട വീര്യത്തിന്റെയും ഒരു പ്രതീകമായി അത് മാറി. അപ്പോ ലിയോയുടെ ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, സ്വപ്നങ്ങളൊന്നും വെറുതെ കിട്ടില്ല, അതിന് നല്ലപോലെ പണിയെടുക്കണം. രണ്ടാമത്തേത്, പരാജയങ്ങൾ സ്വാഭാവികമാണ്, അതിനെ പേടിക്കേണ്ട. ഓരോ പരാജയവും നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ നമ്മളെ സഹായിക്കാൻ തയ്യാറായാൽ മറ്റുള്ളവരുടെ സഹായം പിന്നാലെ വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, എന്ത് സംഭവിച്ചാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഒരിക്കലും തോറ്റു പിന്മാറരുത്. ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴികൾ. ലിയോയുടെ കഥ കേട്ട് കഴിയുമ്പോൾ അത് നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓരോ വെല്ലുവിളിയും വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പ് മാത്രമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ അടുത്തതായി നേരിടാൻ പോകുന്ന ആ വെല്ലുവിളി എന്താണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ.